ഇസ്രയേലുകാര് ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആംസ്റ്റർഡാമിൽ പോയിട്ട് അവിടെ ചെന്ന് അടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് സംഭവം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യൂറോപ്പ ലീഗ് നടക്കുകയാണ്. അയാക്സിന്റെ ഹോം ടൗൺ ആയ ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് കളി. മെക്കബി ടെലവീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രയേൽ എന്നുള്ള ക്ലബ്ബാണ് എവേ ടീം. ആ കളി നടന്ന ദിവസമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇതിന്റെ പിന്നിൽ വലിയൊരു കോൺസ്പിറസി തന്നെ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ എന്തായാലും കളി അയാക്സ് ജയിച്ചു 5-0. അത് വേറെ കാര്യം, അത് നോക്കണ്ട. മാച്ച് തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു മിനിറ്റ് സൈലൻസ് ഉണ്ടായിരുന്നു. സെവിയയിലെ ഫ്ലഡ് വിക്ടിംസിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സൈലൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എവേ ഫാൻസ് ഒരുപാട് ബഹളം ഉണ്ടാക്കി. സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആണ്. അപ്പോഴാണ് ഈ എവേ ഫാൻസിന്റെ ആ ഒരു സ്റ്റാൻഡ് മാത്രം ഫുള്ള് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. വിത്ത് വീഡിയോ പ്രൂഫ് വരെ ഉണ്ട്. അവിടെ തൊട്ടാണ് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെക്കബി ഹൂളിഗൻസ് എന്നാണ് ഇവരുടെ ഫാൻസിന് അറിയപ്പെടുന്നത്. അതായത് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഫാൻസ് ആണ്. അപ്പൊ മാച്ച് കഴിയുന്നു. എവേ ഫാൻസ് എല്ലാവരും കൂടെ ഈ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങുകയാണ് ആംസ്റ്റർഡാമിന്റെ. ഇവരുടെ ഒരു ചാന്റ് ഉണ്ട്. അതായത് ഫക്ക് ദി അറബ്സ്, ദർ ഇസ് നോ സ്കൂൾസ് ഇൻ ഗാസ ബിക്കോസ് വി കിൽഡ് ഓൾ ദി ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ചാന്റ് ഉണ്ട്. അതൊക്കെ പാടി നടക്കുകയാണ്. ഫുൾ അലമ്പുണ്ടാക്കുകയാണ്. പലസ്തീന്റെ 2-3 ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ വലിച്ചു കീറി. അതൊക്കെ പോട്ടേന്ന് വെക്കുക. പ്രശ്നം തുടങ്ങിയത് ഒരു ഡച്ചുകാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറിനെ വലിച്ചിടുകയും അയാളെ അറ്റാക്ക് ചെയ്യാനൊക്കെ ഇവർ പോയി. അപ്പൊ അതിനുശേഷം കാര്യങ്ങളൊക്കെ വഷളായി. ഈ ഇസ്രയേലുകാരനെ റോഡിലൊക്കെ ഇട്ട് അടിക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ വന്നു. മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. അവരും ഇവരും എല്ലാവരും കൂടി അടിയായി. അപ്പോഴേക്കും കുറെ ന്യൂസുകളും ഫേക്ക് ന്യൂസുകളൊക്കെ വന്നു. ഡച്ച് മൊറോക്കൻസ് ആണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഒരു വീഡിയോ വന്നു. ആ വീഡിയോന്റെ ഓണർ തന്നെ വന്ന് പറഞ്ഞു ഇത് അതൊന്നുമല്ല, ഇത് ഡച്ചുകാരനെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ആണെന്നൊക്കെ. അവസാനം പോലീസിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെ വന്നു. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മെക്കബി ഫാൻസ് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ചാൻസും അവർ വയലന്റ് ആയിരുന്നു സ്ട്രീറ്റ്സിലൊക്കെ എന്ന് വ്യക്തമായിട്ട് പോലീസും പറയുന്നുണ്ട്. അപ്പൊ ആര് തുടങ്ങി ആര് അവസാനിപ്പിച്ചു അതൊന്നും അല്ല കോൺസ്പിറസി. ശരിക്കുള്ള കോൺസ്പിറസി എന്താ വെച്ച് കഴിഞ്ഞാൽ ജെറുസലേം പോസ്റ്റ് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാച്ച് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ IDFന്റെ ആൾക്കാരും മൊസാഡിന്റെ ആൾക്കാരും കൂടെ ഈ എവേ ഫാൻസിലുണ്ട്. ഇത് വെറുതെ ചുമ്മാ കുറെ എവേ ഫാൻസ് മാത്രമല്ല, ഇതില് മൊസാഡിന്റെയും IDFന്റെയും ആൾക്കാരുണ്ട് എന്നാണ് ആ ന്യൂസിൽ പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇത് ചുമ്മാതൊന്നുമല്ല. ഇത് യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും കൂടെ ആ പ്രശ്നം വഷളാക്കാൻ വേണ്ടി എന്തോ ഇവർ കരുതി കൂട്ടി ചെയ്തതാണ്. എന്തോ വലിയൊരു പ്ലാന് നടത്തിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സംഭവമാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്.